നമുക്ക് ചെറിയൊരു കൗതുകമൊക്കെ തോന്നുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. അതായത് പാലക്കാടാണ് ഈ ഒരു സംഭവം. അവിടെ ചന്ദ്രനഗറിലെ ഹോട്ടലിൽ ഒരു മോഷണ ശ്രമം നടന്നു. ഈ മോഷണ ശ്രമത്തിനിടെ കള്ളൻ മനുഷ്യനാണല്ലോ, രാത്രി സമയങ്ങളിൽ വിശക്കാത്ത മനുഷ്യന്മാരാരുമില്ല. നമ്മുടെ കള്ളനും സ്വാഭാവികമായിട്ട് വിശന്നു. ഹോട്ടലിലാണ് മോഷണം നടത്തുന്നത്. അപ്പോൾ വിശപ്പ് സഹിക്കാൻ വയ്യാതോടെ ആദ്യം കള്ളൻ ഫ്രിഡ്ജിനടുത്തേക്ക് പോകുന്നു. ഫ്രിഡ്ജിൽ നിന്ന് അവിടെ ബീഫ് ഉണ്ടായിരുന്നു, ബീഫ് എടുത്തു. ആള് പാചകം ചെയ്ത് കഴിച്ചു. അതിനുശേഷം അതിലും വിശപ്പടങ്ങിയില്ല. തൊട്ട് പിന്നാലെ നോക്കുമ്പോൾ അവിടെ നല്ല മുട്ട ഇരിക്കുന്നു. അങ്ങനെ മുട്ട എടുത്തു, ഓംലെറ്റും പാചകം ചെയ്ത് കഴിച്ചു. അങ്ങനെ ഈ ഓംലെറ്റ് കഴിക്കുന്നതിനിടയിലാണ് ആശാൻ അവിടെ ഇരിക്കുന്ന CCTV കാണുന്നത്. CCTV കണ്ടതും കക്ഷി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇപ്പോൾ പ്രതിയെ പിടികൂടാനുള്ള അന്വേഷണം നടക്കുകയാണ് അവിടെ. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. CCTV ദൃശ്യങ്ങളാണ്. കള്ളൻ അവിടെ എത്തുന്നതും മോഷണ ശ്രമം നടക്കുന്നതും, പിന്നീട് വിശക്കുന്നു, ബീഫ് എടുക്കുന്നു, ഭക്ഷണം പാചകം ചെയ്യുന്നു, കഴിക്കുന്നു, ഓംലെറ്റ് എടുക്കുന്നില്ല, മുട്ട എടുക്കുന്നു, ഓംലെറ്റ് ഉണ്ടാക്കുന്നു, ഓംലെറ്റ് കഴിക്കാൻ ശ്രമിക്കുന്നു. ഇടയ്ക്ക് CCTV കണ്ണിൽപ്പെടുന്നു, ഓടുന്നു. വിവരങ്ങൾ ചോദിക്കാം അജിത് ബാബുവിനോട്. അജിത്ത്, ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. ഒരു പാവം കള്ളൻ മുതൽ കട്ടിട്ടില്ലെന്ന് തോന്നുന്നു അല്ലേ? സേതുലക്ഷ്മിയുടെ ഇൻട്രോ കേട്ട് ഞാൻ വരെ ചിരിച്ചു. ഏതാണെങ്കിലും ഈ കള്ളൻ രാത്രി 2 മണിയോടുകൂടി, അതായത് പുലർച്ചെ രാവിലെ 2 മണിയോടുകൂടിയാണ് ഇവിടേക്ക് എത്തുന്നത്. പുറകിലത്തെ വാതിൽ പൊളിച്ചാണ് അകത്ത് കയറുന്നത്. അകത്ത് കയറിയതിന് ശേഷമാണ് ആദ്യം ഫ്രിഡ്ജിൽ നിന്ന് ബീഫ് എടുത്ത് അത് പാചകം ചെയ്ത് കഴിക്കുന്നു. പിന്നീട് സേതുലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ മുട്ട എടുത്ത് ഓംലെറ്റ് ഉണ്ടായി കഴിക്കുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിൽ CCTV കാണുന്നത്. ഒന്നല്ല, ഒരുപാട് CCTVകളുണ്ട്. അപ്പൊ അത് കണ്ടതോടുകൂടി ഈ കള്ളൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അപ്പോഴേക്കും CCTV ഇതെല്ലാം പതിഞ്ഞു കഴിഞ്ഞിരുന്നു. ഇതിലിവിടെ ഒരു ഹുണ്ടിക, അതായത് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ ആയി വെക്കുന്ന ഒരു ഹുണ്ടിക മേശപ്പുറത്തുണ്ടായിരുന്നു. അതുകൂടി കള്ളൻ മോഷ്ടിച്ചിട്ടുണ്ട്. അതിൽ എത്ര രൂപയാണ് അടങ്ങിയിട്ടുള്ളതെന്ന് അറിയില്ല. കാരണം ഈ ഹോട്ടലിൽ വരുന്ന ആളുകൾ പല ഘട്ടങ്ങളിലായി ഇടുന്ന പൈസയാണ് അതിലുണ്ടായിരുന്നത്. പക്ഷേ ഈ ഹോട്ടലുകാർ പറയുന്നതനുസരിച്ച് അത്യാവശ്യം നല്ല എമൗണ്ട് അതിലുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അതിലൊരു കൃത്യമായ കണക്ക് അവർക്കും അറിയില്ല. ഏതാണെങ്കിലും ഈ കൗതുകമുള്ള വാർത്ത തന്നെയാണ്. പ്രത്യേകിച്ചും രാത്രിയിൽ വന്ന് ഈ സ്വന്തം ഹോട്ടൽ പോലെയാണ് ആളവിടെ പെരുമാറുന്നതെല്ലാം. വണ്ടികളൊക്കെ റോഡിലൂടെ പോകുന്നുണ്ട്, അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. സ്വന്തം ഹോട്ടൽ എന്ന പോലെ ഫ്രിഡ്ജ് തുറക്കുന്നു, മുട്ട എടുക്കുന്നു, ബീഫ് എടുക്കുന്നു, പാചകം ചെയ്യുന്നു, കഴിക്കുന്നു, അതുപോലെ തന്നെ ഹുണ്ടിക മോഷ്ടിക്കുന്നു. ഏതാണെങ്കിലും കസബ പോലീസ് കാര്യമായ അന്വേഷണത്തിലാണ്. ശരി ലക്ഷ്മി. ശരി അജിത്ത്.